നമ്മൾ ബിസിനസ് ചെയ്യുന്ന മിക്ക ആൾക്കാരും പറയുന്ന ഒരു കോമൺ സെൻറ്റൻസ് ഉണ്ട്. ബിസിനസ്സിനകത്ത് ഇമോഷൻസ് ഒന്നും പാടില്ല. അത് കേൾക്കുമ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് തോന്നും, വളരെ സെൻസിബിളുമാണ്. പക്ഷേ ഇ കൊമേഴ്സ് ബിസിനസ്സിലേക്ക് എത്തുമ്പം ഇമോഷൻ ഇല്ലാതെ ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യാനേ പറ്റില്ല. ഇതിന് പ്രധാന കാരണം നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഇത്രയും വലിയൊരു മാസ് മാർക്കറ്റിലേക്കൊക്കെ സെല്ല് ചെയ്യുമ്പോൾ ഹ്യൂമൻ ബിഹേവിയറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഇ കൊമേഴ്സ് ബിസിനസ്സിൽ. നമ്മൾ ഇപ്പോൾ ലുലു പോലുള്ള ഒരു സ്ഥാപനത്തിൽ പോയി നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിനകത്ത് ചെറിയ ഡാമേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തിരിച്ച് റിട്ടേൺ കൊണ്ടുപോയി കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കില്ല. പക്ഷേ ഒരു ഇ കൊമേഴ്സ് ബിസിനസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇ കൊമേഴ്സിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വീട്ടിലേക്ക് ഡെലിവർ ആയി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്താൽ പോലും നമ്മൾ റിട്ടേൺ ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെട്ടു എന്ന് പെട്ടെന്ന് നമുക്കൊരു ചിന്ത വരും. ഒരു പ്രൊഡക്റ്റ് ഡാമേജ് ആണെന്ന് ഫീൽ ചെയ്താൽ, അല്ല അതിലൊരു കംപ്ലൈൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇമോഷണലി നമുക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആ സമയത്ത് ഉണ്ടാവും. പെട്ടെന്ന് തന്നെ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഇ കൊമേഴ്സിൽ ഉണ്ട് താൻ. കാരണം ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും. ഒന്ന് ട്രസ്റ്റ്, രണ്ടാമത് കെയറിങ്, മൂന്നാമത് അവർക്കുള്ള ആ ഇ കൊമേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഈ 3 മാറ്റർ വളരെ കൃത്യമായിട്ട് അവരുടെ ഓർഡറിന് മുമ്പ് തന്നെ അവരുടെ മനസ്സിലുണ്ടാവും. ഇന്ത്യയിൽ ഇ കൊമേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അൽഗോരിതത്തിനെക്കാട്ടിലും CRM-നെക്കാട്ടിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂമൻ ബിഹേവിയർ. ഇന്ത്യയും വെസ്റ്റേൺ മാർക്കറ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, വെസ്റ്റേൺ മാർക്കറ്റ് എപ്പോഴും സ്പീഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, കൺവീനിയൻസിനും പ്രൈസിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊപ്പം ട്രസ്റ്റും റിലേഷൻഷിപ്പും അവരുടെ മെമ്മറിയിൽ നമ്മുടെ ബ്രാൻഡിനെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും വളരെ വലിയൊരു മാറ്ററാണ്. ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഇ കൊമേഴ്സ് ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമർ ഒരു നെഗറ്റീവ് റിവ്യൂ ഇട്ടാൽ അന്ന് രാത്രി അവർക്ക് ഉറങ്ങാനേ പറ്റത്തില്ല. രണ്ടാമത് ഒരു ലേറ്റ് ഡെലിവറി ചെയ്ത് അവരൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് ആ ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പെയിനായിട്ട് അവർക്ക് തോന്നാറുണ്ട്. അതിനെയാണ് നമ്മൾ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സിൽ. പല ഫൗണ്ടേഴ്സും പറയുന്നത് ആദ്യം സിസ്റ്റം ബിൽഡ് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം സ്കെയിൽ ചെയ്യുക, ഇമോഷൻസ് ഒക്കെ സെക്കൻഡറി ആണ്. പക്ഷേ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യം സ്കെയിലിങ്ങിലേക്ക് പോകാതെ കസ്റ്റമറെ കെയർ ചെയ്യുന്നതിലേക്കും കസ്റ്റമറിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നിങ്ങളുടെ ബിസിനസ് ഇന്ത്യയിൽ വളരെ നല്ല രീതിയിൽ സർവൈവ് ചെയ്യുകയും നല്ല ബിസിനസ് ജനറേറ്റ് ചെയ്യാനും സാധിക്കും.